ഇതാണ്ടോ നമ്മുടെ വണ്ടി. പുതിയ വണ്ടി, പഴയ വണ്ടി പുതിയതായിട്ട് എടുത്ത്. എങ്ങനെയുണ്ട്? CPR 1100XX സെറ്റപ്പ് അല്ലേ? എൻ്റെ അടുത്ത് 5 മോഡലാണ് വണ്ടി. FZ 599 2 മിററൊക്കെ ഉണ്ട്, മടക്കാനും പറ്റും. ഡുവൽ ഡിസ്ക്, 4 സിലിണ്ടർ, എയർ ഇൻടേക്ക്, ഹെഡൊക്കെ കണ്ട ഒരു ഓൾഡ് സ്കൂളല്ലേ, നിറയെ പൊടിയാണ് വണ്ടി. കഴുകണം കാണിച്ചു തരാട്ടാ. സൈലൻസർ വേണ്ട, 2 180 സെഷൻ ടയറാണ് കേട്ടോ ഇത്. സാധാരണ എല്ലാ സൂപ്പർ ബൈക്കിലുള്ള 180. 2 കുഴലി, ചെയിൻസ് പോക്കറ്റൊക്കെ ഒന്ന് കഴുകണം. സെൻട്രൽ സ്റ്റാൻഡൊക്കെ ഉണ്ട്. ഇത് കണ്ട പഴയ ഓണർ വെച്ച സ്വിച്ച്, ലൈറ്റിൻ്റെ മാനുവൽ സ്വിച്ച്, ഇത് റേഡിയേറ്റർ ഫാനിൻ്റെ മാനുവൽ സ്വിച്ച്. ഇതൊക്കെ നിൽക്കുമ്പോൾ തന്നെ രസമാണ്. പഴയ വണ്ടിയും ഈ മാനുവൽ സ്വിച്ചൊക്കെ മറ്റേ അടിപൊളി ഒരു ഫീലാണ് മാനുവൽ സ്വിച്ചൊക്കെ. റിസർവോയർ. ഈ വണ്ടി US ഇമ്പോർട്ടാണ് ഈ വണ്ടി. അതുകൊണ്ട് തന്നെ ഈ വണ്ടി മൊത്തം മൈൽസിലാണ്. 5484 മൈൽസ് ഓടിയിട്ടുണ്ട് വണ്ടി മൊത്തം. ഫ്യൂലില്ല, കുറവാണ്. പിന്നെ ഇതാണ്ട ടാക്കോമീറ്റർ, സ്പീഡോമീറ്റർ, അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇതിലുണ്ട്. എന്തൊക്കെയാ ടൈം, ടെമ്പറേച്ചർ, 56 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ. ഇപ്പോൾ ഒന്ന് സ്റ്റാർട്ടാക്കി കൊണ്ടുപോകുന്നേ, നല്ല ചൂടാണ് കേട്ടോ വണ്ടി. ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ FI ഇൻഡിക്കേറ്റർ എല്ലാം. $150 ഹോഴ്സ് പവർ ആണ് ഈ വണ്ടി. 152 ആണെന്ന് തോന്നുന്നുണ്ട്. 152 ഹോഴ്സ് പവറും 16 RPM 120 119 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് 7 സംതിങ് RPM. വണ്ടി റോട്ടിൽ പൊള്ളിയാണ് വെറുതെ. ഈ വണ്ടിക്ക് കുറച്ച് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹയാബൂസ ഈ വണ്ടീനെ സ്പീഡിൻ്റെ ഇതിൽ പൊട്ടിക്കണതും. 2005 മോഡലാണ് ഹയാബൂസ. ഈ വണ്ടി 290 കിലോമീറ്റർ സ്പീഡ്. ഈ വണ്ടി 290 സ്പീഡ് ക്ലോക്ക് ചെയ്ത റെക്കോർഡുള്ളപ്പോഴാണ് ഹയാബൂസ 300 കിലോമീറ്റർ സ്പീഡ് ഓടി ഈ വണ്ടീനെ പൊട്ടിക്കണത്. അതൊക്കെ അതാ ചരിത്രമാണ്. പക്ഷേ ഈ വണ്ടി പക്ഷേ സെറ്റാണ്. ഞാൻ കുറച്ച് ഓണേഴ്സിന് ഹയാബൂസ ഓൺ ചെയ്യുന്ന ആൾക്കാരും ഈ വണ്ടീനെ ഇഷ്ടപ്പെടുന്നുണ്ട്. കുറേ പേരൊക്കെ കുറച്ച് ഫാൻ ബേസ് ഉള്ള വണ്ടിയാണ് ഈ വണ്ടി. പക്ഷെ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിൽ ഞാനൊരു വീഡിയോയിൽ കണ്ടിരുന്നു ഒരു TN രജിസ്ട്രേഷൻ ബ്ലാക്ക് ബേർഡ്. വളരെ ചുരുക്കം വണ്ടികളുള്ളൂ മൊത്തം.
ഞങ്ങളുടെ ഇവിടെ സിംഗപ്പൂരും കുറച്ച് വണ്ടികളുള്ളൂ. ഇവരെ കണ്ടതിൽ കുറച്ച് വണ്ടികളുള്ളൂ, നാട്ടിലും കുറവുള്ളൂ ഉള്ളു അല്ലേ. ഇത് പഴയ ടൈപ്പാണ് വണ്ടി. പിന്നെ ഇതിൻ്റെ ടാങ്ക് ഫ്യൂവൽ 24 ലിറ്ററാണ്. ഇത്ര വലിയ ടാങ്കാണ്. 24 ലിറ്റർ എന്ന് പറയുമ്പോൾ ഒരു കാറിന് അത്യാവശ്യം ഫ്യൂവലും ഉള്ളു. ഇത് കണ്ട, ഇത് ഇവിടുത്തെ മറ്റേ ടോള് കൊടുക്കൂലേ, ആ സംഭവം ഓട്ടോമാറ്റിക് ഡിറ്റക്റ്റ് ആവും. അതിൻ്റെ ഒരു സാധനമാണ് ഇത്. ഈ വണ്ടിക്ക് ABS ഒന്നും ഇല്ല കേട്ടോ. ABS ഇല്ല. ABSന് പകരമേ CBS എന്ന് പറഞ്ഞിട്ടൊരു കമ്പൈൻഡ് ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഈ വണ്ടിക്ക് ശരിക്കും ഉള്ളത്. അതായത് ഫ്രണ്ട് പിടിക്കുമ്പോഴേക്കും ബാക്കും എത്രയോ ശതമാനം വെച്ചിട്ട് സേഫ്റ്റി ഫീച്ചറാണ്. അത് മാത്രമേ ഉള്ളൂ ഇലക്ട്രോണിക്സ് എന്ന് പറയാൻ വേണ്ടി. വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഈ വണ്ടിയിൽ ഇലക്ട്രോണിക്സ് എന്ന് പറയാൻ വേണ്ടി. ഈ ടെയില് കണ്ട പഴയ നമ്മുടെ ഒരു MIയുടെ ഒക്കെ ഒരു പഴയ ടെയിലില്ലേ, ഇസഡിൻ്റെ ഒക്കെ ആ ഒരു ഷേപ്പ് തോന്നും ചില സമയത്ത് എനിക്ക്. കൊള്ളാൻ തരാം. ഇതാണ് നമ്മുടെ മിഷൻ കഴുകാനുള്ള. അപ്പം അതിൽ 20 സെന്റ് ഇട്ടേന വെള്ളം വരും. കാറിൻ്റെ ആപ്പ് കേട്ടോ ഇവിടെ സെന്റ് ഇടുന്ന ഒരു വിഷയം ഉണ്ടാവുന്നല്ലോ ഇവിടെ. അവിടെ മിഷനൊക്കെ എടുത്ത് അതായത് 20 സെക്കൻഡ് വാട്ടർ. നമുക്ക് 30 സെക്കൻഡ് വെള്ളമൊന്നും വേണ്ട, നമുക്കൊരു ബക്കറ്റ് വെള്ളം മാത്രം മതി. ശരിക്കണ സാധനം. നമുക്കപ്പോൾ മറ്റേ ജെറ്റും ചെയ്യാം. അപ്പം നമ്മുടെ വണ്ടിയുടെ ക്ലീനിങ് കഴിഞ്ഞ് ഈ വണ്ടി പുറത്തിറക്കി എനിക്കൊന്ന് ഓടിക്കണമെന്നുണ്ട്. പക്ഷേ ഇല്ലേ, എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ അടുത്ത് ലൈസൻസ് ഇല്ല. ഈ വണ്ടി ഓടിക്കാൻ ലൈസൻസ് എൻ്റെ അടുത്തില്ല. അതാണ് പറ്റിപ്പോയത്. ലൈസൻസ് ഉണ്ടായിരുന്നെങ്കിൽ പുറത്ത് റോട്ടിലൊരു ചെറിയ പുളിയൊക്കെ കൊടുക്കണ വീഡിയോ എടുക്കുക. കുഴപ്പമില്ല, ലൈസൻസൊക്കെ ഇട്ടിട്ട് അപ്പോഴേക്ക് നമുക്ക് ഓടിക്കാം. മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ വണ്ടി എടുക്കുന്നു, കറക്കുന്നു, കഴുകുന്നു, കയറ്റുന്നു, വെക്കുന്നു, മനസ്സിലായി, അത്രയൊക്കെ ഉള്ളു. നല്ല ക്ലൈമറ്റാണ് പുറത്ത്. നല്ലൊരു മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാഞ്ചറട ചെറുതായിട്ട് പൊടിയാനുണ്ട്. അപ്പൊ ശരി എന്നാ.
വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.